ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇഞ്ചി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. സെയിം എണ്ണയിലേക്ക് തന്നെ 2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, എരിവിനാവശ്യമായ 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി ഇതും നന്നായി ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ കറിക്കൊരു കയ്പ്പ് വരും. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്താൽ ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതെല്ലാം ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുള പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതേ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ച് വറ്റി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കും. അതാണ് ഇതിൻ്റെ പാകം. ഇതാണ്ട് ഇതുപോലെ എണ്ണ നല്ല തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പീസ് ശർക്കര കൂടി ചേർക്കാം. ഇത് നന്നായി അലിഞ്ഞു വരട്ടെ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഇഞ്ചിക്കറിയാണ്. വെള്ളമൊന്നും തൊടാതെ എത്ര ദിവസം വേണമെങ്കിലും ഇത് വെച്ചേക്കാം. ഇരിക്കും തോറും രുചി കൂടും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. താങ്ക്സ്.